ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മാളൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ചെറിയൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു 500 ഗ്രാം ചിക്കൻ ആട്ടോ. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണേ. ഇനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടാട്ടോ വേണ്ടത്. അതിന് ഞാൻ ഒരു സവോളയെ 4ആയിട്ട് കണ്ടിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കുനുകുനാന്ന് പറഞ്ഞ് അരിഞ്ഞെടുത്തേക്കണേ ആട്ടോ. ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ആട്ടോ വേണ്ടത്, പിന്നെ ഇഞ്ചി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഇവിടെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചാട്ടോ ചേർത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് നമ്മുടെ കുരുമുളക് പൊടിയാട്ടോ. ഞാനിവിടെ സാദാ ചില്ലി പൗഡർ ഉപയോഗിക്കുന്നില്ല, പകരം ഞാൻ കുരുമുളക് പൊടിയാട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങ കേട്ടോ. ഈ ചെറുനാരങ്ങയുടെ പാതി ഭാഗം നമ്മളിപ്പോൾ അരയ്ക്കാൻ നേരത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരു മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സവോള ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, മസാലയായ ചിക്കൻ മസാല, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ കണ്ടിച്ചിട്ട് അതിൻ്റെ പാതി, അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പാതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അടച്ച് നമുക്കിത് മിക്സിയിൽ വന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി അരച്ചെടുക്കാൻ നേരത്ത് ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്താലാണ് നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഇതിനുള്ളിൽ തരിതരിപ്പൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇനി നമുക്ക് അരച്ചെടുത്തേക്കണ ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങാനീരിൻ്റെ പകുതിയും കൂടി ഇതിനുള്ളിൽ ചേർക്കണം കേട്ടോ. ഞാനത് ഇതിനുള്ളിൽ കാണിക്കുന്നില്ല. ഇനി നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ ഇളക്കാവുന്നതാട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നമ്മുടെ ചിക്കനിലോട്ട് ഈ മസാല പൂർണ്ണമായിട്ടും പിടിക്കണം. പിടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതൊരു അരമണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മസാലക്കൂട്ടെല്ലാം പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മസാല പിടിച്ച് കഴിയുമ്പോൾ ഉപ്പും മുളകും അതുപോലെ തന്നെ എല്ലാം കൂടി അതിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇതിന്. അയ്യോ, ഞാനൊരു കാര്യം ചേർക്കാൻ മറന്നു പോയിട്ടോ. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് മൈദയും കൂടി ചേർക്കണം കേട്ടോ. മൈദ ചേർത്ത് കഴിയുമ്പോഴാണ് ഇത് നന്നായിട്ട് കോട്ടായിട്ട് വരികയുള്ളൂ. എന്നാലാണ് നമുക്ക് ആ ഒരു ചിക്കൻ ഫ്രൈയുടെ ഒരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് തോന്നുള്ളൂ. പുറത്ത് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ ടേസ്റ്റൊക്കെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈക്ക് തോന്നണമെങ്കിൽ ഇത്തിരി മൈദ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരത്യാവശ്യം ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ ആവശ്യത്തിന് വേണ്ട മൈദമാവ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം അതിന് വേണ്ടി ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം നമ്മുടെ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസിലൊരു പാൻ വെക്കുക. പാൻ നന്നായിട്ട് ചൂടായി എന്നറിയുമ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ പീസ് ചിക്കനും നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന തരത്തിലുള്ള ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുന്നവരുടെ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈക്കുള്ളത്. പിന്നെ അധികം വെളിച്ചെണ്ണയൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയൊന്നും അധികം കൂട്ടാൻ കഴിയാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം വെളിച്ചെണ്ണയും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി ഇങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സവോള ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ മസാല ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റേ അല്ല കേട്ടോ ഈ ചിക്കൻ ഫ്രൈക്ക്. ഒരു പ്രത്യേക ടേസ്റ്റ്, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റും കൂടി ഇറങ്ങി കഴിയുമ്പോൾ നല്ല മണം കേട്ടോ ഇതിന്. ഇതായി കഴിയുമ്പോൾ തന്നെ എന്തൊരു മണമാണെന്നറിയാം, അടുക്കളയിലൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനി വേവോളം വരെ ഒന്ന് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അപ്പുറം സൈഡും കൂടി മറച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പം തന്നെ നന്നായിട്ട് അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് അധികം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാതെ നന്നായിട്ട് ഉണ്ടാക്കുക. അതായത് നമ്മളൊരു അൽഫാം കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാട്ടോ ഈ ചിക്കൻ ഫ്രൈക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വെന്ത ചിക്കൻ ഫ്രൈ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ആ പ്ലേറ്റിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ എന്നാ ടേസ്റ്റാണെന്നറിയാമോ. ചപ്പാത്തിയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. അന്യായ കോമ്പിനേഷനാട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.